പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓൺലൈൻ ടാക്സി സമരം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. സമരത്തിൽ വലയുകയാണ് യാത്രക്കാരും, ഒരുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരും. സർക്കാർ ഇടപെടൽ വേണമെന്നൊരു ആവശ്യം ശക്തമാവുകയാണ്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, ഗുഡ് മോർണിംഗ്. ഒരു സമവായം ഉണ്ടാകേണ്ടതാണ്. ഇതിപ്പോ എന്താണ് ഇതിന് ഒരു പ്രതിസന്ധിക്കുള്ള കാരണം? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ യൂബർ, ഓല, കേരള സഫാരി തുടങ്ങിയ ടാക്സി ഏജൻസികളാണ് ഈ സമരവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ ടാക്സി ഡ്രൈവർമാരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് യാത്രക്കാരെയും കാര്യമായി തന്നെ വലക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം പോലെയുള്ള മഹാനഗരങ്ങളിലൊക്കെ ആളുകൾ ഇത്തരം ടാക്സി സർവീസുകളെയാണ് സ്വാഭാവികമായും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വാഹനം വിളിക്കണമെങ്കിൽ നേരത്തെ കൊടുത്തിരുന്ന പണത്തിൻ്റെ 2 ഇരട്ടി തുക കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. എന്തായാലും ഈ സമരത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ശക്തമാവുകയാണ്. ATUC നേതാവും ഒപ്പം തന്നെ ഈ ഓൺലൈൻ ടാക്സി യൂണിയനിലെ എറണാകുളത്തെ നേതാവുമായിട്ടുള്ള TA സഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. സഞ്ജിത്ത്, എങ്ങനെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയും? കേരളത്തിലെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടണം. കോർപ്പറേറ്റുകൾ സമരം ചെയ്യുന്ന തൊഴിലാളികളുമായി ചർച്ചയ്ക്ക് സന്നദ്ധമല്ല. അതുകൊണ്ട് കേരള ഗവൺമെൻറ് മാനേജ്മെൻറ്റിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കും വിധം ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണം. നിലവിലെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഇത് പരിഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത് ആത്യന്തികമായി പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ മേഖലയിൽ ശക്തമായ നിയമനിർമ്മാണം വേണം. സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് ശക്തമായ തീരുമാനമെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുള്ള സംവിധാനമായി മാറേണ്ടതുണ്ട്. ഇത് യാത്രക്കാരെ ഒരേപോലെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ഒരു നഗരത്തിൽ കൂടുതൽ യാത്രക്കാർ പുറത്തുനിന്ന് വരുന്ന ആളുകളായിക്കൊള്ളട്ടെ, അവർ ഈ യൂബറിനെ പോലെയൊക്കെ ആശ്രയിക്കുകയാണ്. ഇത് ടാക്സി ഡ്രൈവർമാർക്ക് ഒരേപോലെ ദുരിതമായി മാറുന്നുണ്ട്. ഇത് തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഓൺലൈൻ ടാക്സി ഉപയോഗിക്കുന്നവരുടെ എണ്ണം നഗരങ്ങളിൽ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഈ സൗകര്യം ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഏറ്റവും സൗകര്യപ്രദമായ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ്. ആ സംവിധാനം നിലനിൽക്കുക തന്നെ വേണം. അത് ഉപഭോക്താവിൽ അടിച്ചേൽപ്പിച്ചല്ല ഇതിൻ്റെ യാതനകൾ ഉണ്ടാവേണ്ടത്. മറിച്ച് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് ഉപഭോക്താവിനെയും തൊഴിലാളിയെയും ഈ കമ്പനികളെയും സംരക്ഷിക്കാൻ കഴിയുന്ന നിലയിലുള്ള സമഗ്രമായ ഒരു പഠനം ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ട് ഫെയർ സ്റ്റേജ് പുനഃസൃഷ്ടിക്കാനും അവരുടെ വേതന വ്യവസ്ഥകൾ പുനഃസൃഷ്ടിക്കാനും അവരുടെ സേവനത്തെ സംബന്ധിച്ച്